മംഗലവാർത്ത തിരുനാൾ. ഗബ്രിയേൽ ദൂതൻ മറിയത്തെ യേശുവിന് ജനനവാർത്ത അറിയിക്കുന്ന സംഭവത്തിന്റെ അനുസ്മരണമാണ് മംഗലവാർത്ത തിരുനാളായി കൊണ്ടാടപ്പെടുന്നത്. ക്രിസ്തുമസിന് കൃത്യം 9 മാസം മുമ്പുള്ള മാർച്ച് 25 മംഗളവാർത്ത ദിനമായി സഭ പരിഗണിച്ചിരിക്കുന്നത്. ഇതൊരു വിശ്വാസ സത്യമായി പരിഗണിക്കപ്പെടുന്നു. നിക്കിയ വിശ്വാസ പ്രമാണത്തിൽ നാം ഇങ്ങനെയാണല്ലോ ഏറ്റുചൊല്ലുന്നത്: മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. ദൈവം മനുഷ്യനായി തീർന്നത് എന്തിനാണ്? അധപതിച്ച മനുഷ്യന് ഒരു സമുദ്ധാരകനെ ആവശ്യമായിരുന്നു. സാത്താന്റെ അടിമത്തത്തിലൂടെ അവന് നിക്ഷിപ്തമായ ദൈവദത്തമായ ജീവൻ നഷ്ടപ്പെട്ടു പോയി. ആ ജീവൻ നേടിക്കൊടുക്കുന്നതിന് അയക്കപ്പെട്ട ജീവദായകനാണ് മനുഷ്യനായി പിറന്ന പുത്രൻ. തന്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിന് ദൈവം തന്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയച്ചു. അത് ആരും തന്നെ നശിച്ചു പോകാതെ നാം നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്. ദൈവപ്രകൃതിയിൽ നമ്മെ ഭാഗഭാക്കാക്കാൻ വേണ്ടിയാണ് ദൈവമാകുന്ന വചനം മാംസം ധരിച്ചത്. അവനിൽ വിശ്വസിക്കുന്നവരെയും ദൈവങ്ങളാക്കി മാറ്റാനാണ് ദൈവം മനുഷ്യനായി അവതരിച്ചത്. അവൻ ദൈവത്തിന് തുടർച്ചയായിരുന്നു. എല്ലാ കാര്യത്തിലും അവൻ തന്റെ പിതാവിന് വിധേയപ്പെട്ട് ജീവിച്ചു. അവന് മനുഷ്യജന്മം നൽകിയ അവന്റെ അമ്മയും ദൈവത്തിന് വിധേയപ്പെട്ടു. ഇതാ അങ്ങയുടെ ദാസി, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന അവളുടെ സമ്മതത്തിലൂടെ ദൈവം മാംസമായി അവളിൽ ഉരുവായി. ഈ ഒരു സമ്മതം ദൈവം മനുഷ്യനായ ആ നിമിഷം ലോക ചരിത്രത്തിലെ ഏറ്റവും മഹോന്നത ദൈവിക ഇടപെടലിന്റെ സമയമായി മാറി. നമ്മുടെ സമ്മതമില്ലാതെ നമുക്ക് ജന്മം നൽകിയ ദൈവം നമ്മുടെ സമ്മതത്തോടെ മനുഷ്യനായി ജനിച്ചു.